തയ്യാറായിക്കോ. ഞാൻ പറയട്ടെ, എല്ലാം കലങ്ങട്ടെ, കലങ്ങി തെളിയട്ടെ. ഞാനിത് ഇപ്പൊ നിക്കുന്നത് US-ലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിതാ ഈ ഒരു ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നത് കേട്ടോ. അതിനൊന്നും ഇല്ലേ. അപ്പോ ഈ വീട്ടില് എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞ. നിങ്ങളൊന്നും എങ്ങനെ പരിചയം? ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. അയാൾ നമ്മൾ കച്ചവടക്കാരനല്ല. ഞാന് ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എന്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട്. എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷെ എന്താ, അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയില് 2ാമത്തെ ദിവസമാണ് ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എന്റെ അടുത്ത് സംസാരിച്ചത്. ആ പിള്ളേരാണ് എന്നെ ഇറക്കി വിട്ടത്, മനസ്സിലായോ? ആ പിള്ളേരാണ് എന്നെ ഇറക്കി വിട്ടത്, മനസ്സിലായോ? എനിക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. എന്താ പറയാ, എനിക്ക് ഭയങ്കര, എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. ഒരു അവസ്ഥ ആലോചിക്കുക, പാതിരാത്രി 12 മണിക്ക് ഞാൻ അമേരിക്കയിൽ ഇങ്ങനെ തെണ്ടി നടക്കുക. അരുണിമ എല്ലാവരും നൈസായിട്ട് ട്വിസ്റ്റ് ചെയ്തെന്നുള്ള രീതിയിലാണ് ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് ഈ ജോർജ് എന്ന് പറഞ്ഞ പുള്ളി തന്നെ നേരിട്ട് വന്നിട്ടുണ്ട്. അഴുക്ക് വസ്ത്രങ്ങൾ വരെ എന്റെ വൈഫ് അവൾക്ക് വാഷ് ചെയ്ത് ഉണക്കി കൊടുത്തു. എന്തുവാണ് ഇത്? 3 ദിവസം ഇവിടെ താമസിച്ചു. മൺഡേ രാവിലെ മാറി തരണം എന്നാണ് എന്റെ കൊച്ചുമോൾ പറഞ്ഞത്. നാളെ പോണെന്ന് പറഞ്ഞില്ലേ? ഞാൻ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. പോലീസിൽ ആ രാത്രി തന്നെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇവൾ രാത്രി ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാൽ ഹു വിൽ ബി റെസ്പോൺസിബിൾ? പിന്നെ വീടിന്റെ വീഡിയോ പെർമിഷൻ ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് വേറെ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തു. അരുണിമ ചെയ്തേക്കണം അങ്ങേയറ്റം മോശമായിട്ടുള്ള പ്രവർത്തനം. മാഡം, ഇത് ഇത്ര അന്താരാഷ്ട്ര വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല. വല്ല കാര്യമുണ്ടോ? ഒരാവശ്യമില്ല അതിനകത്ത്